ഇതിനകത്ത് ബി.ജെ.പിയുടെ അപകടകരമായ വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന എമ്പുരാനിലെ ആ മുന്ന എന്ന കഥാപാത്രത്തെ ഓർക്കാനും അത് ഈ പ്ലോട്ടിലേക്ക് കൊണ്ടുവരാനും ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളോട് ചോദിക്കുമ്പോൾ മുസ്ലിങ്ങൾ പറയില്ലേ മുന്നേ ഉണ്ട് എന്ന് ബി.ജെ.പിയിൽ. വടക്കുകിഴക്കൻ പ്രദേശത്തെ ക്രൈസ്തവരോടോ കുക്കികളോടോ മേത്തുകളോട് ചോദിക്കുമ്പോൾ പറയില്ലേ മുന്നേയുണ്ട് ജൂദാസ് ഉണ്ടെന്ന് പറയില്ലേ? കേരളത്തിൽ തന്നെ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയില്ലേ മുന്നേയുണ്ട് ജൂദാസ് ഉണ്ടെന്ന് പറയില്ലേ? ഒരേ സമയത്ത് ഉത്തരേന്ത്യയിൽ പള്ളികൾ ആക്രമിക്കുമ്പോൾ ഇവിടെ അരമന കയറിയിട്ട് കേക്ക് വിതരണം ചെയ്യണമെങ്കിൽ അത് മുന്നമാർക്കും ജൂദാസുമാർക്കല്ലേ കഴിയുള്ളൂ. ആ ഒരു പ്രത്യേക സിദ്ധി. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മുന്നമാരെയും ജൂദാസുമാരെയും ദേശീയ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ രണ്ട് പ്രയോഗങ്ങൾ നടത്തിയ ശേഷം പ്രതിപക്ഷ നിരയിലുള്ള ആൾക്കാർ കൂടി ആ പ്രയോഗം നടത്താൻ ശ്രമിച്ചു. എന്താ കാരണം? നിത്യേന ഒന്നോണം അവരെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരേ സമയത്ത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ബുൾഡോസറുകൾ അവരുടെ വീടുകളിലേക്ക് പോകും. അതൊരു മുന്നേയുടെ പ്രക്രിയയല്ലേ? അതൊരു ജൂദാസിന്റെ പ്രക്രിയയല്ലേ? സ്വാഭാവികമായിട്ടും ഈ രണ്ട് വ്യക്തിത്വങ്ങൾ, ഈ മുന്നയും ജൂദാസും അനുനിമിഷം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയല്ലേ?